സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. രണ്ട് വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. ആദ്യം ഞാൻ കണ്ടത് ഒരു ഉസ്താദിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുൻപും ഈ ഉസ്താദിൻ്റെ തന്നെ ഒരു പരാമർശം കണ്ടതാണ്. എന്താണ് നമ്മുടെ ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോഗ്രാഫി വിലക്കിയിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ട് വീഡിയോ ചിത്രീകരിക്കുകയും അത് റീൽസാക്കി വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ വിവാദമായ സമയത്ത് ഇതേ ഉസ്താദ് തന്നെയാണ് അതിനെ വിമർശിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ ചെയ്തത് വലിയ തെറ്റാണെന്നും ഭക്തിയോടുകൂടിയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം, പക്ഷെ ഇതൊന്നും ഒരു ഭക്തിയല്ല, ഇതൊക്കെ എന്തോ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിലും ഇദ്ദേഹം വന്ന് സംസാരിക്കുകയുണ്ടായി. നമ്മൾ അതിനെപ്പറ്റി വീഡിയോയും ചെയ്തതാണ്. അപ്പോഴും നമ്മൾ കണ്ടത് നേരിനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു ഉസ്താദിനെയാണ്. അല്ലെങ്കിൽ ഈ എന്താണ് നമ്മുടെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഹിന്ദുക്കൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ. അവിടേക്ക് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആരും കയറാൻ പാടില്ല എന്ന് പല ആളുകളും പല രീതിയിലും അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് വന്നപ്പോഴും ഈ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഒരു ആചാരം അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആചാരത്തിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അതിനെ വന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം അതിനൊരു എക്സാമ്പിളും പറയുകയുണ്ടായി. പല പള്ളികളിലും അല്ലെങ്കിൽ പല ദൈവ ആരാധന കേന്ദ്രങ്ങളിലും, അതിപ്പം ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ പറയുന്ന സ്വന്തം മതത്തിലുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പള്ളി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ അവരുടെ പള്ളി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ചട്ടക്കൂട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാനിക്കുക തന്നെ വേണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പരാമർശം, ഉസ്താദ് ഒരു വീഡിയോയെ റിയാക്ട് ചെയ്താണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനമായിക്കൊണ്ട് ഉസ്താദിനെ ഒരു സുഡാപ്പിയാക്കിക്കൊണ്ട് ഒരു സംഘീപുത്രൻ വന്നുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഇവൻ്റെ വീഡിയോ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ എപ്പോഴും ഈ പറയുന്ന വെനൻ ടി വി എന്തിനാണോ ഈ പറയുന്ന കുട പിടിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവനും അനുകരിക്കുന്നത്. സംഘികൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ മെഴുകുന്ന ഒരുത്തനായി തന്നെ ഇവൻ മാറിയിട്ടുണ്ട്. ഇവൻ്റെ ചാനലിൻ്റെ പേര് ഫസൽ കാരാട്ട് എന്നാണ്. അപ്പോൾ ഇവൻ ചെയ്യുന്നത് ഭയങ്കര മെഴുകലാണ്. ഉസ്താദിനെ സുഡാപ്പി ആക്കിക്കൊണ്ട് സുഡാപ്പി നിനക്ക് എന്തറിയാമടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉസ്താദ് പറയുന്നതിലുള്ള വാസ്തവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ തലയിൽ തലച്ചോറുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ചാണകം കയറി കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഉസ്താദിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് RSS ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നേ നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ ഈ പറയുന്ന പാകിസ്ഥാൻ വിഴുങ്ങിയേനേം എന്നാണ് സംഘിക്കുട്ടി പറയുന്നത്. ഭയങ്കര പുളകം കൊള്ളിക്കുന്ന ഒരു മെസ്സേജാണ് അല്ലെങ്കിൽ ഒരു സ്പീച്ചാണ്. അതായത് RSS ആണ് എല്ലാത്തിൻ്റെയും മേധാവി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഏക പാർട്ടി RSS ആണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തവും പൂർണ്ണവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന, അതാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. അതായത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണം. ജാതി, മതം, വർണ്ണം, വിവേചനം, ഈ പറയുന്ന അടിമത്തങ്ങളെ എല്ലാം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എന്നേ പറിച്ചെറിഞ്ഞ് കളയണം എന്നതിന് വേണ്ടിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും പിന്നീടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ പറയുന്ന RSS തന്നെയാണ് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് സംഘിമിത്രം പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് അതിന് ഉസ്താദ് കൊടുക്കുന്ന മറുപടി എന്നും എന്താണ് സംഘിക്കുട്ടി പറയുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭാരതത്തിൽ മറ്റേത് മതസ്ഥർക്കാണെങ്കിലും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒന്നും ഒരാക്രമണങ്ങളും കൂടാതെ സൗഖ്യമായിട്ട് രീതിയിൽ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പരമാനന്ദം. പൊന്നുമോളെ, വല്ലാത്ത സന്തോഷം നിന്റെ വർത്താനം കേട്ടപ്പോളെ. RSS രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും നിർഭയത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നിർഭയമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന് കേൾക്കുമ്പോൾ മോളെ ഇതിൻ്റെ രോമം ഇങ്ങനെ എണീറ്റിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് 2 റൗണ്ട് ഓടിയിട്ട് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. കണ്ടതേ രോമൊക്കെ പൊങ്ങി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മഹർഷം ഇങ്ങനെ തോന്നുകയാണ്. അഭിമാനം. എന്നിട്ട് നമ്മുടെ RSS ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും എന്ത് ചെയ്യുന്ന പറഞ്ഞത് നമുക്ക് ബാക്കി പറയാം. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമാ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിനിതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര ചോദിക്കുകയാണ്, ഈ 2000 പേര് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇന്ത്യയുടെ മക്കളായ ഈ 2000-ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാന്, അത് പാകിസ്ഥാൻ, ഏത് രാജ്യമാണ്? ഈ രാജ്യത്തിൻ്റെ അകത്തുള്ള
ഈ രാജ്യത്ത് ദേശസ്നേഹം പറഞ്ഞ് രാവും പകൽ ഊണിനും ഉറക്കത്തിലും ദേശസ്നേഹം കപട ദേശസ്നേഹം പറയുന്നവർ കൊന്നൊടുക്കിയ മനുഷ്യരാണ്. അത് വേറെ രാജ്യത്തൊന്നും പുറത്തുനിന്നാരും ആക്രമിച്ചല്ല. അതുകൊണ്ട് മോളെ സ്വയം ആരും കേൾക്കാതെ ഇരുട്ടത്തിരുന്ന് ഇത് പറഞ്ഞിട്ടിങ്ങനെ ഉൾപ്പുളകം കൊള്ളണം, പുറത്തങ്ങ് പറയരുത്, നാണം കിട്ട് നാറി പോകുന്നുണ്ട് പറഞ്ഞു. കണ്ടില്ലേ, ഇതിൽ ഉസ്താദ് മറുപടി കൊടുത്തിരിക്കുന്നത് ആ പ്രസംഗിക്കുന്ന സംഘമിത്രത്തിന് വേണ്ടിയിട്ടാണ്. അതായത് RSS ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാൻ്റെ അധീനതയിലായിരുന്നേനെ എന്നാണ് പറയുന്നത്. അതും RSS നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാത്തതുമെന്നുമാണ് ആ പറയുന്ന സംഘിക്കുട്ടി പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഫസൽ എന്ന് പറയുന്നവൻ ഈ പറയുന്ന ഉസ്താദിനെ സുഡാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വന്ന് എന്തൊക്കെയോ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ വന്ന് കുരച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തുന്നത്, അല്ലെ വലിയ രീതിയിൽ എന്തോ വിമർശനം നടത്തുന്നത്. നമുക്കറിയാം 2002 ഗുജറാത്ത് കലാപത്തിൽ അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതായത് RSS നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി വന്നിട്ടില്ല. അതിൽ പല ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും SIT അടക്കം പറയുന്നത് RSSന് നേരിട്ടൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പുറത്തു വരുമോ? എവിടുന്ന് വരാനാണ്? ഇവരുടെ ടീം തന്നെയല്ലേ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. ഒരിക്കലും വരാൻ പോകുന്നില്ല. അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും നരേന്ദ്രമോദിയുടെ ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിനും ഗോദ്ര ട്രെയിൻ തീ വെപ്പിക്കലിനും എല്ലാത്തിനും മുന്നിൽ നിന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ടുള്ള പ്രധാന കാരണവും അത് തന്നെയാണ്. 2002 തന്നെ ഗോദ്ര ട്രെയിൻ തീ വെച്ചതിനെ തുടർന്ന് 59ഓളം ഹിന്ദു തീർത്ഥാടകരാണ് അവിടെ മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള നരഹത്യയായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ ആ ഒരു മരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു തീവയ്പ്പിൽ 1000ഓളം തീർത്ഥാടകരാണ് അല്ലെ ഭക്തരാണ് മരണപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആയിരുന്നു. നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അല്ലെ ഈ കാര്യങ്ങളെ വെച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ ആരെയാണ് നമ്മൾ സംശയിക്കുക? ആരുടെയോ കണ്ണിൽ പൊടി വാരി തേക്കാനായിട്ട് 50 അല്ലെങ്കിൽ 60 ഹിന്ദുക്കളെ കൊന്നു. എന്തിനാണ്? ഹിന്ദുക്കൾ മരിച്ചത് അത് ഹിന്ദുക്കൾ മരണത്തിന് കാരണമായില്ല എന്നുണ്ടെങ്കിൽ നേരെ അത് RSSലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിട്ട് പോകുന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും അങ്ങനെ ഹിന്ദുക്കളെ കൂടി ബലിയാടാക്കിക്കൊണ്ട് അവരെയും കൂടി അങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഭൂരിഭാഗം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ ആ ഒരു ബോഗിക്ക് ഫുള്ളായിട്ട് തീയിട്ട് അവരെയും കൊന്നു. എന്താണ് ഇവരുടെ ആവശ്യം? എന്താണ്? RSS മുന്നോട്ട് വെക്കുന്ന അജണ്ട എന്താണ്? ഹിന്ദു രാഷ്ട്രമാണ് അല്ലേ? അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമാണ് മുന്നോട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് RSS അല്ല ഇത് ചെയ്തതെന്ന് പറയാൻ സാധിക്കുക? ചോറ് തിന്ന് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം ഇതിൽ RSSന്റെ കൈകടത്തൽ ഉണ്ടെന്നുള്ളത്. പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഭാഗികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ RSSന്റെ വലിയ രീതിയിലുള്ള തീവ്രമായിട്ടുള്ള ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കൈയുണ്ട്. ആ കറുത്ത കരങ്ങൾ നമുക്ക് പിന്നീട് അത് മനസ്സിലാവും. ഇപ്പോഴും ഇത്രയും നാളായിട്ട് ഇത് പുറത്തു വന്നിട്ടില്ല, എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അങ്കികളും മെഴുകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമേ നമുക്ക് ധാരണയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതായത് ഈ പാകിസ്ഥാൻ കയറി മെഴുകിയേനേം എന്ന് പറയുന്നതും RSS ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കാത്തതെന്ന് പറയുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? RSSും പാകിസ്ഥാനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ വർഗീയത അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മതത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തുന്നു, ഉന്നത കുലജാതരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ മുസ്ലിംസ് ക്രിസ്ത്യാനികൾ ഇവിടെ വേണ്ട, ഹിന്ദു രാഷ്ട്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തീവ്രമായിട്ട് വാദിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പാകിസ്ഥാനെ പോലെ തന്നെ തീവ്രവാദികളാണ്. പാകിസ്ഥാൻ തീവ്രവാദികളാണല്ലേ? അതേപോലെ തന്നെ തീവ്രമായിട്ട് വാദിക്കുന്ന ആളുകളായിട്ടുള്ള തീവ്രവാദികളാണ് ഈ പറയുന്ന RSS അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾ. അപ്പോൾ അങ്ങനെ സംസാരിച്ചത് ആ ഒരു സംഘി കുട്ടിക്ക് ഒരു മറുപടി കൊടുത്ത ഉസ്താദിനെ സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ട് അവഹേളിച്ച ഒരുത്തൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ അതുകൊണ്ട് എന്തായാലും ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഈ ട്രെയിനിലുണ്ടായിരുന്ന 50 അല്ലെങ്കിൽ 60 പേര് ഹിന്ദുക്കളായിരുന്നു, ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകൾ മുസ്ലിം ആയിരുന്നു. അത് ജസ്റ്റ് ഒരു തെളിവിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളും മരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിംസും മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇതൊരിക്കലും ഇതിൽ RSSൻ്റെയും മറ്റ് സംഘടനകളുടെയും ഒന്നും ഒരു കൈകടത്തലില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. ക്ലിയറായിട്ട് 100% ഷുവറാണ് ഈ പറയുന്ന RSSൻ്റെ ഒരു കൈകടത്തൽ അല്ല RSSൻ്റെ ഒരു കളി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ സംഘിക്കുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടു. ഇനി സംഘിക്കുട്ടൻ്റെ ഈ പറയുന്ന ഉസ്താദിനെ അങ്ങ് മലർത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്പീച്ചുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ കേട്ടില്ലേ? നല്ല ഒന്നാം തരം സുഡാപ്പിയാണ് ഇയാള്. നമ്മുടെ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിലെ പ്രധാനിയാണ് ഈ സുഡാപ്പി എന്നുള്ളത് ആദ്യം തന്നെ സകലരും തിരിച്ചറിയാം. അദീന ഭാരതി യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവരെന്താണ് പ്രസംഗിച്ചിട്ടുള്ളത്? അവർ വ്യക്തമായിട്ട് പറയുന്നു, ഏതു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ രാജ്യത്ത് സുരക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ RSS ഉള്ളത് കൊണ്ടാണെന്ന് അവർ പ്രസംഗിക്കുന്നു. ആ വീഡിയോ എടുത്തുകൊണ്ടാണ് ഈ സുഡാപ്പി രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത്. എന്നിട്ട് അതിനെന്താണ് കൂട്ടുപിടിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ ഇയാളെ അതേ മനോഭാവവുമായിട്ട് മുന്നോട്ട് പോകുന്ന
ഇവിടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തൊരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് പറയാണ്, 2000 ആളുകളെ സംഘപരിവാർ അങ്ങ് ഇല്ലാതെയാക്കി, RSS അങ്ങ് ഇല്ലാതെയാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വെക്കുക. ഈ വാർത്ത വായിക്കുന്നതും ഇവരെ പോലെയുള്ള സുഡാപ്പികളോ അല്ലെങ്കിൽ സുഡാപ്പികൾക്ക് വേണ്ടി പ്രേരിപ്പിച്ച് മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നവരോ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും കൃത്യമായിട്ട്, പരമോന്നത കോടതി പോലും കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട RSSന് പങ്കില്ല എന്ന് മുന്നോട്ട് വെച്ചുള്ള ഒരു വിഷയല്ലേ? ഇവർ നരേന്ദ്രമോദിക്കെതിരെ ഉറഞ്ഞതുള്ളേ, അതും കൃത്യമായിട്ട് കോടതി തള്ളിക്കളഞ്ഞതല്ലേ? കണ്ടില്ലേ, ഇവൻ്റെ കവലയിലെ പ്രസംഗം പോലുള്ള പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ കൊണ്ട് തീർത്തത്. അതായത് ഇവൻ പറഞ്ഞു വരുന്നത് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ഈ പറയുന്ന RSS എന്ന് പറയുന്ന സംഘടന ഒരു തരത്തിലും ഈ പറയുന്ന പ്രശ്നത്തിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നീതിപീഠം പറയുന്നതെന്നാണ്. നീതിപീഠത്തിൽ നമുക്ക് അധികം വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമോ സുഹൃത്തെ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവരുടെ ആളുകൾ തന്നെ അവിടെ ഭരിക്കുന്നു, അവരുടെ ആളുകൾ തന്നെ അവിടെ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആരാണ്? ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി വല്ലതും ആണ്? ഒരിക്കലും അല്ല. അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് ഈ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഒരു കലാപം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഈ പറയുന്ന മോദിജി, പാർലേജി അദ്ദേഹത്തിനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മോദിജി മാത്രം രക്ഷപ്പെടുന്നത്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഒരു വലിയ കലാപം ഉണ്ടാകുന്നുണ്ട്. ആ കലാപത്തിനെ പറ്റി കൃത്യമായുള്ള ധാരണയുള്ളൊരു വ്യക്തിയാണ് മോദിജി എങ്കിൽ എന്തുകൊണ്ട് മോദിജി ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും പുറത്തേക്ക് പറയുന്നില്ല? ഒരു മാധ്യമത്തിൻ്റെ മുൻപിൽ വന്നിരുന്നുകൊണ്ട് ഈ വിഷയങ്ങളെപ്പറ്റി, അയാൾ എന്തായാലും അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നൊരു സമയത്താണല്ലോ ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായുള്ള ധാരണ അയാൾക്കുണ്ടാവും. ഏത് രീതിയിൽ, എവിടെ നിന്ന് ഈ പറയുന്ന കലാപം പൊട്ടിപ്പുറപ്പെട്ടു, എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നതിനെപ്പറ്റി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ധൈര്യമുള്ള ഒരാളാണോ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ളത് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ഈ ഫസൽ എന്ന് പറയുന്ന സുഹൃത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലയോ സുഹൃത്തെ, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശവും രാഷ്ട്രീയവും ഈ നരേന്ദ്രമോദിജിക്കും അതേപോലെ തന്നെ RSS എന്ന് പറയുന്ന വർഗീയവാദികൾക്കും വേണ്ടിയാണെങ്കിൽ ആ വർഗീയവാദികളോട് നിങ്ങളൊന്ന് പറയണം. മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരുന്നുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക്, അതായത് ഈ ഗുജറാത്ത് കലാപത്തെ പറ്റി അനുബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു തെല്ലിട പോലും തെറ്റാതെ മറുപടി നൽകാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഒരു സുഡാപ്പി ആക്കിക്കൊണ്ടാണ് ഇവൻ പറയുന്നത്. കവലയിൽ പ്രസംഗിക്കുന്ന ആളുകൾക്ക് പോലും ഇതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്. ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ വിടുവായത്തരം പറയണം. അയാൾ പറഞ്ഞ എന്താണ്? RSS എന്ന് പറയുന്ന ഒരു വർഗീയവാദികളുടെ കൂട്ടം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇവിടെ കയറി മെഴുകിയേനെന്ന്. ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല ജനങ്ങൾക്കും ഈ പാകിസ്ഥാനും അതേപോലെ തന്നെ RSSും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേപോലെ തന്നെയാണ്. പാകിസ്ഥാൻ തോക്കെടുത്ത് വെടിവെക്കുന്നു, ഇവിടെ വാക്കെടുത്ത് ഇവർ വാക്കുകൊണ്ട് എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തുന്നു. അല്ലെങ്കിൽ ഈ ജാതീയ ബോധവും മതബോധവും മനസ്സിലിട്ടുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിച്ച് കൊല്ലുന്നു. അതാണ് ഇവിടുത്തെ ഈ പറയുന്ന RSS എന്ന് പറയുന്ന ടീംസ് ചെയ്യുന്നത്. നിനക്ക് എന്താണ് ഈ RSSലെ തന്തയില്ലായ്മ കാരണം അനന്തു എന്ന് പറയുന്നൊരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ല. നിന്റെ വായിൽ അണ്ണാക്കിൽ പിരിവെട്ടിയോ? നീ അതിനെപ്പറ്റി പ്രതികരിക്കുന്നൊന്നും കണ്ടില്ലല്ലോ. നിന്റെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പന്മാർ പോലും അതിനെപ്പറ്റി ഒരു വാക്ക് കമാന്ന് രക്ഷാൻ വേണ്ടിയിട്ടില്ല. പിന്നെ വേറെ കാര്യം ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന RSSും വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്നുണ്ടെങ്കിൽ RSS നമ്മുടെ ഈ സമൂഹത്തിൽ ചെയ്യുന്നത് എന്താണ്? മുസ്ലിമായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകളെ അടിച്ചമർത്തുക. അതല്ലേ നിങ്ങളുടെ മെയിൻ അജണ്ട? അതിനുവേണ്ടിയല്ലേ വേടൻ എന്ന് പറയുന്ന വ്യക്തി ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനായതുകൊണ്ട് അവനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്? മുസ്ലിം ആയതുകൊണ്ട് മമ്മൂക്കയുടെ കുടുംബത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്? ഇതൊക്കെ നമ്മൾ ഈ റീസെൻ്റ്ലി നടന്ന സംഭവങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. മമ്മൂക്കയുടെ മകനെയും ഒക്കെ ഹവാല ഇടപാടുകളിൽ കൂടി കൊടുക്കാനും അതേപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിച്ചു, അതേപോലെ തന്നെ വാഹനം അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനും ശ്രമിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാരാണ്? കേരള ഗവൺമെൻറ് ആണോ? അത് RSS ആണ്. RSS മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെ ഊന്നിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന BJP ആണ് ആ തെറ്റത്തരം ചെയ്തത്. എന്നിട്ട് എന്തായി? മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ ഇപ്പം ജയിലിലാണോ? ഒരിക്കലുമല്ല. അവർ മുസൽമാൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ വൃത്തികെട്ട കളി കളിച്ചത്. അപ്പോൾ നീ വെറും എഴുകുമ്പോൾ നീ ചിന്തിക്കുക, നിന്റെ നേതാക്കന്മാർ എന്ത് തരത്തിലുള്ള വൃത്തികേട് നെറികെട്ട പരിപാടികളാണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് സംഖ്യകൾ വലിയ രീതിയിൽ എഴുതുന്നുണ്ട്. എന്നാൽ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർക്ക് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ആരുടെ ഭാഗത്താണെങ്കിലും അല്ല ആരാണെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ട്, നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. ഈ കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യ രേഖയിൽ താഴെ കിടക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഒരു ആഹാരം പോലും കിട്ടാതെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. പല വീഡിയോ നമ്മൾ ഈ റിപ്പോർട്ട് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വർഗീയവാദികളായിട്ടുള്ള ഈ വലിയ രീതിയിൽ തീവ്രമായിട്ട് വാദിക്കുന്ന ഇവന്മാരെ ഈ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൂട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പെടുത്തിയിട്ടുള്ളതെന്നും ഈ ഫസലിനെ പോലെയുള്ളവന്മാർ കിടന്ന് കരഞ്ഞാലൊന്നും സംഘികൾ ചെയ്യുന്ന ചെറ്റത്തരങ്ങളും കൊള്ളരുതായ്മകളും ഒന്നും ജനങ്ങൾ മറക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.